അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിന്റെ 208ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിൽ വിശുദ്ധ ഖുർആനിലെ 67ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിന് മുകളിലുള്ള അധ്യായം സൂറ അത്തഹരീമിലെ ആയത്തുകളാണ് ഇനി നമ്മൾക്ക് വിശദീകരിക്കാനുള്ളത്. സൂറത്തു തഹരീമിൽ 12 ആയത്തുകളാണ് ഉള്ളത്. അതിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം അല്ലെങ്കിൽ ഈ അധ്യായം അവതരിക്കാനുള്ള പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളും ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ് അല്ലെങ്കിൽ ആയത്തുകളാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിലുള്ളത്. അതിൽ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ നമുക്കിന്ന് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي لم تحرم ما أحل الله لك تبتغي مرضات أزواجك والله غفور رحيم. ഇതാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ ആയത്തുകൾ. ഈ വചനം ഒരു ചോദ്യവുമായി ആണ് യഥാർത്ഥത്തിൽ ഈ അധ്യായം ആരംഭിക്കുന്നത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ അയ്യുഹൻ നബി, ഹേ പ്രവാചകരെ, ലിമ തുഹരിമു, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് ഹറാമാക്കുന്നത്? ഹറമ യുഹരിമു എന്ന് പറഞ്ഞാൽ ഹറാമാക്കുക, നിഷിദ്ധമാക്കുക. ലിമ തുഹരിമു, എന്തുകൊണ്ടാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത്? മാ അഹല്ലല്ലാഹു, അല്ലാഹു ഹലാലാക്കിയ അഥവാ അനുവദിച്ച ഒരു കാര്യത്തെ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് നിഷിദ്ധമാക്കുന്നത്? ഇതാണ് ഈ ആയത്തിലെ ആദ്യത്തെ ഭാഗം. ആ നിഷിദ്ധമാക്കുന്നത് തബ്തഗി മർളാത്ത അസ്വാജിക, അങ്ങയുടെ ഇണകളുടെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾക്ക് അല്ലാഹു അനുവദിച്ച ഒരു കാര്യത്തെ എന്തിനാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത് എന്ന ഒരു ചോദ്യം. സ്വാഭാവികമായും ഈ ചോദ്യത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം അതൊരു സംഭവമാണ്. ആ സംഭവം എന്താണ് എന്ന് മനസ്സിലാക്കിയാലാണ് ഈ ചോദ്യം നമുക്ക് മനസ്സിലാവുക. ആ സംഭവം ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാരിൽ ഒരാളായ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്
തേന് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തേൻ കഴിക്കുന്നു എന്ന വിവരം നബി തിരുമേനിയുടെ മറ്റു ഇണകളിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റു ഭാര്യമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹക്കും ഹഫ്സ റളിയല്ലാഹു അൻഹക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അവിടുന്ന് തേൻ കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമായി തോന്നിയില്ല. അഥവാ പ്രവാചകന്റെ മറ്റു പത്നിമാരായ ആയിഷ റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹക്കും അത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഒരു അറുതി വരുത്താൻ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അത് ഇല്ലാതാക്കുവാൻ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു രഹസ്യ തന്ത്രം മെനഞ്ഞതാണ്. ആ തന്ത്രം ഇങ്ങനെയായിരുന്നു. നബി തിരുമേനി അവരുടെ അടുക്കൽ വരുമ്പോൾ അല്ലെങ്കിൽ ആരുടെ അടുക്കലാണ് ആദ്യം വരുന്നതെങ്കിൽ അവർ ഇങ്ങനെ പറയണം: താങ്കളെ മഗാഫിർ വാസനിക്കുന്നുവല്ലോ എന്ന് നബിയോട് പറയണം. മഗാഫിർ എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അതൊരു കറ വാസനയുള്ള ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ കറയാണ്. ഒരു പ്രത്യേക തരം വാസനയുള്ള, അത് നല്ല രുചിയുള്ളതാണ്. പക്ഷെ അത് എന്താ പറയാ, അതിന്റെ വാസന അത്ര നല്ലതല്ല. അങ്ങനെയുള്ള ഒരു വസ്തുവാണത്ര മഗാഫിർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇവരുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ അങ്ങനെ പറയണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും കൂടെ ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ പ്രവാചകനോട് അവർ രണ്ടുപേരും നേരത്തെ തീരുമാനിച്ച പ്രകാരം താങ്കളെ മഗാഫിർ വാസനിക്കുന്നുവല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ല, ഞാന് സൈനബയുടെ വീട്ടിൽ നിന്ന് അല്പം തേൻ കഴിച്ചതാണ്, ഇനി ഞാനത് കഴിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടിയും നൽകി. കാരണം അവരുടെ അനിഷ്ടം പരിഗണിച്ചുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്. അവർക്ക് അത് ഇഷ്ടമല്ലായിരിക്കും എന്നതുകൊണ്ട് നബി തിരുമേനി പറഞ്ഞു, ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന്. ഇതാണ് ഈ സംഭവം. അപ്പൊ യഥാർത്ഥത്തിൽ തേന് നിഷിദ്ധമായതുകൊണ്ടല്ല, ഇവർക്കത് ഇഷ്ടമല്ല എന്നതുകൊണ്ട് നബി തിരുമേനി അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് ഇനി ഞാനത് കഴിക്കുകയില്ല എന്ന് പറഞ്ഞത്. ഈ സംഭവമാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറക്കുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹൻ നബി, ഹേ പ്രവാചകരെ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക, അള്ളാഹു താങ്കൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യം എന്തിനാണ് അങ്ങ് നിഷിദ്ധമാക്കുന്നത്? തബ്തഗി മർലാത്ത അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് അള്ളാഹു അനുവദിച്ചൊരു കാര്യത്തെ നിഷിദ്ധമാക്കുന്നത് എന്ന്. സംഭവം പ്രവാചകന്റെ പത്നിമാരാണെങ്കിലും സ്ത്രീ സഹജമായ ചില സ്വഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ മുഴച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ വീട്ടിൽ നിന്ന് പ്രത്യേകമായി എന്തെങ്കിലും കഴിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ല എന്നത്. അപ്പോ അവർക്കിടയിൽ എപ്പോഴും ഇഷ്ടവും തുല്യതയും ഒക്കെ ആഗ്രഹിക്കുന്ന പ്രവാചകൻ അതവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഞാനത് കഴിക്കുകയില്ല എന്ന് പറഞ്ഞത്. അത് അത്ര ഗൗരവത്തിൽ നബി തിരുമേനി എടുത്തതുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? എന്തായിരുന്നാലും ഇനി ഈ കാര്യം നീ മറ്റുള്ളവരോട് പറയണ്ട എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് നബി തിരുമേനി പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഇത് ആരോടും പറയരുത് എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിരുന്നു.
അപ്പൊ ഇവിടെ നബി തിരുമേനി ഇനി അത് ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ ആ പശ്ചാത്തലത്തിൽ, ആ സാഹചര്യത്തിലാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്. യാ അയ്യുഹൻ നബിയു, ഈ പ്രവാചകരെ, ലിമ തുഹരിമു, താങ്കൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്, ഹറാമാക്കുന്നത്, മാ അഹല്ലല്ലാഹു ലക, അങ്ങേക്ക് അള്ളാഹു അനുവദിച്ച ഒരു കാര്യം താങ്കൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്. മർലാത്തി തബ്തഗി മർലാത്ത അസ്വാജിക, അങ്ങയുടെ ഇണകളുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹു അനുവദിച്ച ഒരു കാര്യം ആരുടെയെങ്കിലും പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിഷിദ്ധമാക്കാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം മറ്റെന്തെങ്കിലും ആളുകൾക്ക് വേണ്ടി ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പ്രീതിയും അവന്റെ കൽപ്പനകളും ഒക്കെയാണ് ഏറ്റവും പ്രധാനം. മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് നബി തിരുമേനി അവരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹു അനുവദിച്ചൊരു കാര്യം അങ്ങ് നിഷിദ്ധമാക്കേണ്ടതില്ല. അതിനുശേഷം പറയുന്നു വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആണല്ലോ നമുക്ക് മതം അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അള്ളാഹു പ്രവാചകനിൽ കണ്ട ഒരു കാര്യത്തെ, ശരിയല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നബി തിരുമേനിയെ ഉപദേശിക്കുകയും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഇനി നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ തന്നെ അതിനുശേഷം പറയുന്നു വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പാപങ്ങളെ പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും നബി തിരുമേനിയെ ആശ്വസിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു ഹലാലാക്കിയ ഒരു ഉത്തമ വസ്തുവാണ് യഥാർത്ഥത്തിൽ തേൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തേനീച്ച എന്ന പേരിൽ അധ്യായം തന്നെയുണ്ട്. ആ തേനീച്ചയിൽ നിന്ന് ലഭിക്കുന്ന തേനുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ചില ഭാര്യമാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയാണ് മേലിൽ അത് കുടിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപഥം ചെയ്തത്. അപ്പൊ ശപഥം ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക, അങ്ങനെ ഒരു വിഷയം കൂടെ ഇതിലുണ്ട്. ഇനി ഞാനത് കുടിക്കുകയില്ല എന്ന് നബി തിരുമേനി അവരോട് ശപഥം ചെയ്തു പറയാം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു പറയാം. അതൊരു ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു വിധി നമുക്ക് മാറ്റം വരുത്താൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം ശപഥമാണ്. നമ്മളൊരു കാര്യം സത്യം ചെയ്യുക. ആ സത്യം ചെയ്ത ഒരു കാര്യം പിന്നെ ലംഘിക്കുകയാണെങ്കിൽ പിന്നെ അതിന് പ്രായശ്ചിത്തവും നൽകണം. അപ്പൊ ഇവിടെ നബി തിരുമേനി ഇനി ഞാനത് കഴിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് അല്ലെങ്കിൽ ശപഥം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതാകട്ടെ നബി തിരുമേനിയുടെ ഒരു പദവി, നബി എന്ന ആ പദവിക്ക് യോജിച്ചതുമല്ലല്ലോ, ഒരു സാധാരണ നിലക്കുള്ളതല്ലല്ലോ. അള്ളാഹുവിന്റെ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദീന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവാചകൻ, അള്ളാഹുവിന്റെ മാത്രം പ്രീതിയും അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ആ ചെയ്തത് ശരിയായില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നബി തിരുമേനി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ് എന്ന ഒരു ആശ്വാസവും വാക്കും കൂടെ അതിന്റെ അവസാനത്തിൽ പറയുന്നു. ഇനി ഇതിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ അടുത്ത ആയത്തില് അള്ളാഹു പറയുന്നത് എന്താ അറിയോ? ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത അയ്മാനിക്കും വല്ലാഹു മൗലാക്കും വഹുവൽ അലീമുൽ ഹകീം. ഇവിടെ പറയുന്നത് എന്താ അറിയോ? ഈ ആയത്തിൽ ഖദ് ഫറളല്ലാഹു, അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, തഹില്ലത്ത് ഐമാനിക്കും നിങ്ങളുടെ ശപഥങ്ങൾക്ക് പരിഹാരമായി അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ട്. അത് വേറെ സ്ഥലത്ത് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ് ആ നിയമം എന്ന്. വല്ലാഹു മൗലാക്കും, അള്ളാഹു ആണ് നിങ്ങളുടെ യജമാനൻ, വഹുവൽ അലീമുൽ ഹക്കീം, അവൻ എല്ലാം അറിയുന്നവനും ഹക്കീമും തത്വജ്ഞാനിയുമാകുന്നു എന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താണ്? ഇങ്ങനെ ഒരു കാര്യം നബി തിരുമേനിയിൽ സംഭവിച്ചു, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന് അള്ളാഹു കൽപ്പിച്ച് അള്ളാഹു അനുവദിച്ച ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് പറയുന്നത്
ശരിയല്ല, പ്രത്യേകിച്ച് നബി തിരുമേനിയുടെ പദവിക്ക് അത് യോജിച്ചതുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശപഥം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും ശപഥം ചെയ്യുക, ഒരു കാര്യം സത്യം ചെയ്യുക, ഞാൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ചെയ്യുകയില്ലെന്നോ സത്യം ചെയ്താൽ ആ സത്യം പിന്നെ എന്ത് ചെയ്യണം? അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അത് അല്ലാഹ് നിയമമാക്കിയ ഒരു കാര്യമാണ്. അതാണ് ഖുർആൻ ഇവിടെ 2-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഖദ് ഫറളല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. തഹില്ലത്ത് ഐമാനിക്കും, നിങ്ങളുടെ ശപഥങ്ങൾക്ക് പരിഹാരം അള്ളാഹു ഒരു നിയമമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. എന്താണ് ആ പരിഹാരം അല്ലെങ്കിൽ എന്താണ് ആ നിയമം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അഥവാ സൂറത്തു മാഇദ 89-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സത്യം ചെയ്താൽ ആ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതെന്താണ്? ഫകഫാറത്തുഹു ഇത്ആമു 10 മസാക്കീൻ, അഥവാ അതിനുള്ള പ്രായശ്ചിത്തം ഒന്നുകിൽ എന്ത് ചെയ്യണം? 10 സാധുക്കൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. ഇത്ആമു 10 മസാക്കീൻ മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന സാധാരണ ഭക്ഷണമുണ്ടല്ലോ, ആ ഒരു മിഡിൽ ഫുഡ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, ആ നിലക്കുള്ള ഒരു സാമാന്യ നിലയിലുള്ള ഭക്ഷണം, ന്യായമായ രീതിയിലുള്ള ഭക്ഷണം 10 സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് നൽകുക എന്നുള്ളതാണ് അതിനുള്ള പ്രായശ്ചിത്തം. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ഔ കിസ്വത്തഹും, അവർക്ക് എന്ത് ചെയ്യുക? വസ്ത്രം നൽകുക. ഇനി അതിനും സാധ്യമല്ലെങ്കിൽ ഔ തഹരീറു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. ഫമൻ ലം യജിദ്, ഇനി ഇതൊന്നും ആർക്കും ലഭ്യമായില്ലെങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പനുഷ്ഠിക്കുക. ദാലിക കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്താൽ ആ സത്യം ലംഘിച്ചതിന്റെ പ്രായശ്ചിത്തമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണത് എന്ന്. സത്യം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സത്യം ചെയ്യുക എന്നുള്ളത് അനാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ സത്യം ചെയ്യുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി സത്യം ചെയ്യേണ്ട, ചിലപ്പോൾ നമ്മൾ സത്യം ചെയ്തു എന്നിട്ട് ആ സത്യം അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം നൽകണം. അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കാറില്ല. യഥേഷ്ട സത്യം ചെയ്യും. ചിലപ്പോൾ കള്ളസത്യമായിരിക്കും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അള്ളാഹുവാണ് സത്യം എന്ന് പറയും. അതല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുകയില്ല, അവൻ നിർബന്ധമായി ചെയ്യേണ്ടതാണ്, ഞാനൊരു കാര്യം ചെയ്യുകയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളതും പിന്നെ അത് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സത്യം ലംഘിച്ചാലും അയാൾ പ്രായശ്ചിത്തം നൽകണം. അപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന സത്യങ്ങള്, ആ സത്യം നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം നൽകണം. ആ പ്രായശ്ചിത്തം എന്താണ് എന്നാണ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ഒന്നുകിൽ 10 സാധുക്കൾക്ക്, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, അതിന് സാധ്യമല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുക, അതിനു സാധ്യമല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക. ഇനി ഇതിനൊന്നിനും സാധ്യമല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇതിപ്പോ എത്ര ഇതിന്റെ ഗൗരവമാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ സത്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന പ്രകാരം ചെയ്തു കൊള്ളാം. ഒരാൾ പറയാം ഞാൻ ഇന്ന പ്രകാരം ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്ന് ഒരാൾ സത്യം ചെയ്തു പറയാം. എന്നിട്ടോ അത് നിറവേറ്റാൻ, ആ സത്യം ചെയ്തതുപോലെ അത് നിറവേറ്റൽ അയാൾക്ക് കടമയാണ് കേട്ടോ. ഒരാൾ പറയാം ഞാൻ ഇന്ന ആൾക്ക് ഇന്നത് നൽകും, അയാൾ മനസ്സിൽ സത്യം ചെയ്ത് പറയാട്ടോ, പിന്നെ അയാൾ നൽകുന്നില്ല, ആ സത്യം നൽകുന്നില്ല, അയാൾക്ക് കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അയാൾ അതിന് പ്രായശ്ചിത്തം നൽകണം എന്നുള്ളതാണ്. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സത്യം ചെയ്ത് ആ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം നൽകണം. ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇന്ന പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ ചെയ്യില്ല എന്നൊരാൾ സത്യം ചെയ്യാട്ടോ, എന്നിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം? അത് നിറവേറ്റണം. ആ സത്യം ചെയ്ത കാര്യം നിറവേറ്റണം. എന്നാൽ ആ സത്യം, അയാൾ സത്യം ചെയ്ത കാര്യം വല്ല സൽക്കർമ്മത്തിനും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഉദാഹരണം എന്തെങ്കിലും ഞാൻ ആ കാര്യം സത്യം ചെയ്ത് പറഞ്ഞിരുന്നു, ഞാനത് ചെയ്യില്ല എന്ന് പറയാം.
അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അനുവദിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം അയാൾ എന്ത് ചെയ്തു? ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തം നൽകണം. ഉദാഹരണം പറയാം. വരുന്ന തിങ്കളാഴ്ച, ഉദാഹരണമാണ് കേട്ടോ, വരുന്ന തിങ്കളാഴ്ച ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് സത്യം ചെയ്ത ഒരാൾ തീരുമാനിക്കുക. എന്നിട്ട് അയാൾ എന്ത് ചെയ്തിരുന്നില്ല? അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആ സത്യം ചെയ്ത് പറഞ്ഞ കാര്യം അയാൾ ലംഘിച്ചതിന്റെ ഫലമായി അയാൾ പ്രായശ്ചിത്തം നൽകണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇനി ഒരു കാര്യം അയാൾ ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞു, പക്ഷെ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആയാലും ഈ പ്രായശ്ചിത്തം സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന് പ്രായശ്ചിത്തം നൽകണം എന്നുള്ളതാണ്. ഒരു ഹദീസ് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹലഫ അലാ യമീനി, ഒരാൾ ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞു, ഫറഅ ഗൈറഹ ഖൈറൻ മിൻഹ, എന്നിട്ട് അതിനേക്കാൾ ഉത്തമമായ ഒന്നാണ് താൻ സത്യം ചെയ്തതിനെ പറഞ്ഞതിനേക്കാൾ നല്ലത് എന്ന് അയാൾ കാണുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൽയുകഫിർ അൻ യമീനിഹി വൽയഫ്അൽ, ആ സത്യം ചെയ്തതിന്റെ പ്രായശ്ചിത്തം അയാൾ നൽകണം. മാത്രമല്ല ആ ഉത്തമമായത് അയാൾ ചെയ്യുകയും വേണം. ഒരാള് ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു, സത്യം ചെയ്തു, എന്നിട്ട് അയാൾക്ക് പിന്നെ മനസ്സിലായി അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന്, വേറൊരു കാര്യം അതാണ് എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ആ ഉത്തമമായത് ചെയ്യുകയും വേണം, സത്യം ചെയ്തതിന് അതിൽ നിന്ന് അതിന് പ്രായശ്ചിത്തം നൽകുകയും വേണം. അതിന് പ്രായശ്ചിത്തം എന്താണ് എന്നാണ് നേരത്തെയുള്ള ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അല്പം കർമ്മശാസ്ത്രപരമായ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ വചനം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്കിടെ സംഭവിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗമായിട്ട് ഖുർആൻ പറയാണ്, وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَنْ بَعْضٍ فَلَمَّا نَبَّأَهَا بِهِ قالت من أنبأك هذا قال نبأني العليم الخبير. ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഖുർആൻ പറയട്ടോ. അപ്പൊ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് സത്യം ചെയ്തു പറഞ്ഞല്ലോ, ഇനി ഞാൻ തേൻ കഴിക്കുകയില്ല എന്ന്. ആ സത്യം ചെയ്തത് പ്രവാചകന് നിർബന്ധമായും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിന് നബി തിരുമേനി പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി, ആ നബി തിരുമേനി ഹഫ്സ റളിയല്ലാഹു അൻഹയോട് സത്യം ചെയ്തു പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, ഇത് നീ ആരോടും പറയണ്ട, അപ്പൊ നീ അറിഞ്ഞ് ഇനി ഈ കാര്യം ആരോടും പറയണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് എന്ത് ചെയ്തിരുന്നു? പറഞ്ഞിരുന്നു. പക്ഷെ എന്തു ചെയ്തു? ഹഫ്സ റളിയല്ലാഹു അൻഹ തന്റെ നേരത്തെ ഇവർ രണ്ടുപേരുമാണല്ലോ ഇങ്ങനെ ഒരു കൂടിയാലോചന എടുത്തത്. നബി ആരുടെ വീട്ടിലാണോ വരുന്നത് ആ സമയത്ത് ഇങ്ങനെ പറയണം എന്ന്, താങ്കൾ എന്തോ വാസനിക്കുന്നു എന്ന് പറയണമെന്ന് കൂടി തീരുമാനിച്ചതാരാ? ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും. സ്വാഭാവികമായും അവർക്കിടയിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കും നബി തിരുമേനിക്കും ഇടയിൽ സംഭവിച്ച ഈ സംസാരമുണ്ടല്ലോ, ആ സംസാരം അത് അത്ര വലിയൊരു പ്രശ്നമൊന്നും അല്ല എന്നുള്ള നിലക്ക് അവര് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു എന്ന കാര്യം നബി തിരുമേനിക്ക് അറിയില്ല. അപ്പോ ആ കാര്യം പിന്നെ അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത്. എങ്ങനെ? ഇവർക്കിടയിൽ താങ്കൾ പറയരുത് എന്ന് പറഞ്ഞ കാര്യം അവർക്കിടയിൽ പരസ്പരം അവർ കൈമാറിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് എന്ത് ചെയ്തു? അൽഹറല്ലാഹു അലൈഹി, അള്ളാഹു നബി തിരുമേനിക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. നോക്കൂ നിങ്ങൾ, നബി തിരുമേനിക്ക് അദൃശ്യം അറിയാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ അള്ളാഹു ആ പ്രത്യേക കാര്യം അവർക്കിടയിൽ എങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്?
അവർ എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പാടില്ലാത്തൊരു കാര്യം. ഇപ്പൊ ഇതിന് ഈ സംഭവം മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവർ പരസ്പരം പറയുന്ന അവരുടെ സ്വകാര്യങ്ങളും അവർ മാത്രം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് റൊമാൻറ്റിക് ആവാം, അതല്ലാത്തതാവാം. പക്ഷെ ഇതൊക്കെ പലപ്പോഴും പുരുഷനാകട്ടെ അല്ലെങ്കിൽ സ്ത്രീ ആകട്ടെ അവരുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക എന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ നബി തിരുമേനിയുടെ ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ളതാണ് പരലോകത്ത് അവർക്കുണ്ടാകുന്ന ഒരവസ്ഥ. കാരണം എന്താ, ഈ ഭർത്താവ് ഭാര്യയോട് അവളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയാ. അവളടുത്ത് മാത്രമേ ഇത് നിൽക്കുള്ളൂ. അതേപോലെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ. ഭർത്താവിന്റെ രഹസ്യം ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഭാര്യ പറയുന്ന കാര്യങ്ങളും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം, സ്വകാര്യതകൾ സംരക്ഷിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട കാര്യം, അവരേറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർക്കിടയിലുള്ള സ്വകാര്യതകളും രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവരോട് കൂടിയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റക്കൊക്കെ പരസ്യപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഭാര്യമാരുണ്ട്. ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ നടന്ന ഈ സംഭവമാണല്ലോ. അപ്പൊ നേരത്തെ ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും ഇങ്ങനെ ഇത് കൂടി തീരുമാനിച്ചതാണ്. നബി തിരുമേനി വരുമ്പോ ഇങ്ങനെ പറയണം എന്നതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ താങ്കളെ ഇങ്ങനെ ഒരു വാസന ഉണ്ടല്ലോ, അപ്പോഴാണ് നബി തിരുമേനി ഞാൻ ഇങ്ങനെ തേന് കഴിച്ചതാണ് എന്ന സത്യം അവരോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അപ്പൊ അവര് മാത്രമേ ഇത് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഇനി ഇത് ആരോട് പറയണ്ട, അതൊരു വലിയ വിഷയമാക്കണ്ട എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പൊ ഇവരാദ്യം നടത്തിയ ഈ കൂടിയാലോചനയും നബി തിരുമേനിക്ക് അറിയില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞെന്ത്, ഇനി ആരോടും പറയണ്ട. പക്ഷെ അവരതെന്ത് ചെയ്തു, അവര് കൂടി തീരുമാനിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഇവര് പറഞ്ഞിട്ടില്ലെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ. കാരണം നബി തിരുമേനി അവിടെയാണ് ആദ്യം വന്നതെങ്കിൽ എന്തായി, അങ്ങനെ ചോദിച്ചോ, നബി തിരുമേനി വന്നപ്പോ അങ്ങനെ പറഞ്ഞോ, അപ്പൊ നബി തിരുമേനി എന്തു പറഞ്ഞു എന്നൊക്കെ. സ്വാഭാവികമായും ഇനി അവർ തീരുമാനിച്ചൊരു കാര്യമല്ല. ഇനിയിപ്പോ അത് ആയിഷയോട് പറയുന്നത് അത്ര വലിയൊരു വിഷയമൊന്നും അല്ലല്ലോ എന്നുള്ള നിലക്ക് ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ നബി തിരുമേനിയുമായി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പങ്കുവെക്കുകയുണ്ടായി. ആ പറഞ്ഞു എന്ന വിവരം നബി തിരുമേനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു, വഅൽഖറഹുല്ലാഹു അലൈഹി, അള്ളാഹു എന്ത് ചെയ്തു, ആ കാര്യം നബി തിരുമേനിക്ക് പറഞ്ഞു കൊടുത്തു, അറിയിച്ചു കൊടുത്തു. ഇവര് തമ്മിൽ ഈ രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു, അറഫ ബഅദഹു വഅറദ അൻ ബഅദ്. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് നബി തിരുമേനി എന്ത് ചെയ്തു, ഞാൻ പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന രൂപത്തില് നീ ആയിഷയോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എല്ലാ കാര്യങ്ങളും നബി തിരുമേനി അവരോട് പറഞ്ഞില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ല. ചില കാര്യങ്ങൾ പറഞ്ഞു, ചിലത് പറഞ്ഞില്ല. അപ്പോ സംഗതി പൊളിഞ്ഞു എന്നുള്ളത് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു, ചോദിച്ചു, ഫലമ്മാ നബ്ബഅഹാ ബിഹി, നബി തിരുമേനി അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കാലത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹ നബി തിരുമേനിയോട് ചോദിച്ചു, മൻ നബ്ബഅക ഹാദാ, ആരങ്ങളോട് ഇത് പറഞ്ഞത്? സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഞങ്ങൾക്കിടയിൽ നടന്ന ഈ രഹസ്യം വേറൊരാൾ അറിഞ്ഞിട്ടില്ലല്ലോ, ആരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, ചോദിച്ചു. അപ്പൊ നബി തിരുമേനി പറഞ്ഞു, എന്താ പറഞ്ഞത്, ഖാല നബ്ബഅനിയൽ അലീമുൽ ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അലീമും ഖബീറുമായ അള്ളാഹുവാണ് എനിക്ക് അറിയിച്ചു തന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു. ഇതാണ് വിഷയം. ഇതല്പം നമ്മൾക്ക് ശ്രദ്ധിച്ച് ആ സംഭവം മനസ്സിലാക്കിയാൽ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇതിലെ സന്ദേശങ്ങൾ. ഈ 3 ആയത്തിലെ മെസ്സേജുകൾ അതാണ്. അപ്പൊ അത് പുരുഷനും സ്ത്രീയും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അന്ന് നടന്നൊരു സംഭവത്തിന്
ഇന്ന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇന്ന് അതിനേക്കാൾ പ്രസക്തിയുണ്ട് എന്ന് തോന്നിപ്പോകുന്ന, പ്രത്യേകിച്ച് ഫോൺ കോളുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോഴാണ് പറയാ, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ആ ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഒരാളോട് അല്ലെങ്കിൽ മറ്റൊരുത്തിയോട് അല്ലെങ്കിൽ മറ്റെന്റെ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് അത് പറയാനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും ഇതേപോലെയുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്കിടയിലുള്ള അടുപ്പം ഇല്ലാതാകും, അകൽച്ച വർദ്ധിക്കും. അപ്പോൾ വലിയ പാഠമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതത്തിന് പ്രത്യേകിച്ച് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും സത്യം ചെയ്ത് അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പ്രായശ്ചിത്തം നൽകണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ആയത്തുകൾ അടുത്ത ആഴ്ച നമുക്ക് ഈ ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.